ഇപ്പം ഞാൻ പള്ളിയിൽ പോവുക അല്ലെങ്കിൽ അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ ഞാനൊരു ഗുരുവിൻ്റെ കീഴിൽ നിൽക്കുക അല്ലെങ്കിൽ ഞാൻ ഇന്ന മതത്തിലാണ് ഇന്ന ജാതിയാണ് അല്ലെങ്കിൽ ഞാൻ കള്ള് കുടിക്കുക അല്ലെങ്കിൽ ഞാൻ എന്ത് വേണ്ടതെന്നും വേണ്ടാത്തതെന്നും സമൂഹവും അല്ലെങ്കിൽ ആത്മീയ നേതാക്കളും നിർണയിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും ചെയ്യുന്നത് കൊണ്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തലമുറകളോളം നമ്മൾ അനുഷ്ഠിച്ച് വരുന്ന ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ ഇത്രയും കാലം നമ്മളിത് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഒരു അനുഭവം നമ്മളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ 10 ദിവസം ഞാൻ പള്ളിയിൽ പോവാതിരിക്കുമ്പം അല്ലെങ്കിൽ 20 ദിവസം ഞാൻ പള്ളിയിൽ പോവാതിരിക്കുമ്പം എനിക്ക് എന്തെങ്കിലും ഭയം വരുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ ഞാൻ കള്ള് കുടിച്ചിട്ട് ഓക്കെ എന്തോ എൻ്റെ ശരീരത്തിൽ എനിക്ക് നല്ലൊരവസ്ഥയിൽ കുറച്ച് നേരം നിൽക്കാൻ പറ്റി, കള്ള് കുടിക്കാതിരിക്കുമ്പം ഈ അവസ്ഥ എങ്ങനെയാണ് മിസ്സാവണതെന്ന് പരിശോധിക്കുക. ഇത്രയല്ലേ ചെയ്യാനുള്ളൂ. കാരണം കള്ള് കുടിച്ചിട്ട് ആർക്കും വേറെ 2 3 കയ്യോ ഒന്നും ഉണ്ടായി വരുന്നില്ലല്ലോ. അല്ലെങ്കിൽ പള്ളിയിലോ അമ്പലത്തിലോ പോയിട്ടോ ഇന്ന മതത്തിൻ്റെ അണ്ടറിലോ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു ദർഗയിൽ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ആർക്കും പ്രത്യേകിച്ച് ഒരു കഴിവൊന്നും കിട്ടണില്ല. കാരണം ഒരു സമാധാനം അവരെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് ഓക്കെ, അതങ്ങനെ തന്നെയാണ്. പക്ഷെ പിന്നീട് എന്തുകൊണ്ട് ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സമാധാനം നഷ്ടപ്പെട്ടു പോണ്, അവിടെയാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ നിരന്തരം പള്ളിയിൽ പോയി നിസ്കരിച്ച് 50 60 വർഷം പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ച ഒരു വ്യക്തിക്ക് കിട്ടിയ ആ അവസ്ഥ എന്തുകൊണ്ടാണ് കുറച്ച് ദിവസം നിസ്കരിക്കാതാകുമ്പോഴത്തേന് പേടി വരുന്നത്? കാരണം അതുമായിട്ട് ഒരു അഡിക്റ്റഡായിപ്പോയി, മനസ്സിലായോ? അത് ചെയ്തിട്ട് എന്നിലെ ക്വാളിറ്റി അല്ലെങ്കിൽ ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടല്ല അത് ചെയ്യണത്. മറ്റുള്ളവർ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് നിർത്തിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാലാണ്, മനസ്സിലായോ? കാരണം ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നവന് എവിടെ നിന്ന് വേണമെങ്കിലും ബന്ധപ്പെടാം. ഇന്ന ഒരു സ്ഥലം അതിനു വേണ്ടി നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ ഒരു കൂട്ടിലടക്കപ്പെട്ട ഒരു ദൈവവും ഇവിടെ ഇല്ല. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ചെയ്യാതിരിക്കുമ്പോൾ, ഒരു പ്രവൃത്തി ചെയ്തിട്ടൊരു സുഖം കിട്ടിയല്ല, ചെയ്യാതിരിക്കുമ്പോഴും ആ സുഖത്തിലിരിക്കാൻ സാധിക്കുന്നുണ്ടോ, അതിനും വേണ്ടിയിട്ടാണ് ചെയ്യണത്. എന്ത് കാര്യം എടുത്തു നോക്കുക, നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാതിരിക്കാനുള്ള ഒരവസ്ഥയുമായിട്ടുള്ള കണക്ഷൻ, ഇതിനും വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുക, അതിലുള്ള ആ ഭയത്തെ മാറ്റിയെടുക്കുക, അപ്പോൾ തന്നെ ഫുൾ ക്ലാരിറ്റി ആയി.